നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസിലെ ഇഡി അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയെങ്കിൽ മാസപ്പടിയിൽ അത് കുടുംബത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ലെന്ന് ഏകദേശം ഉറപ്പാവുകയാണ്. ക്ലിഫ് ഹൌസിലേക്ക് ഏത് നിമിഷവും ഇഡി ഇരച്ചു കയറാം എന്ന പല വാർത്തകൾ ഇതിനു മുൻപ് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതങ്ങനെയല്ല, ഏകദേശം യാഥാർത്ഥ്യമാകാൻ പോകുന്നു കാര്യങ്ങളെന്ന് വേണം കരുതാൻ. ഇങ്ങനെയൊരു സാഹചര്യം ഇതിനു മുൻപ് ഒരു കേരള മുഖ്യമന്ത്രിക്കും ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. ഇഡി അറസ്റ്റിലേക്ക് കടന്നാൽ അത് CPM-നും മുഖ്യമന്ത്രിക്കും വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിലും സംശയമില്ല. ഇതിനിടെ വീണയുടെ അറസ്റ്റ് ഒഴിവാക്കാൻ എല്ലാ നിയമസാധ്യതയും പരിശോധിക്കും. മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്താൽ അത് കുരുക്കാകുമോ എന്ന ചിന്ത മുഖ്യമന്ത്രി പിണറായി വിജയന് ഉണ്ട്. അതുകൊണ്ട് തന്നെ കരുതലോടെ തീരുമാനമെടുക്കാനാണ് ആലോചന. ചോദ്യം ചെയ്യലിന് വീണയ്ക്ക് നോട്ടീസ് നൽകുമെന്നാണ് പ്രതീക്ഷ. അത് കിട്ടിയ ശേഷം മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചേക്കും. വീണയ്ക്ക് മുന്നിൽ അറസ്റ്റ് ഭീതി ഉണ്ട് എന്ന CPM തിരിച്ചറിവും ഉണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും വേട്ടയാടിയ മുഖ്യമന്ത്രി പിണറായി വിജയന് കാലം കരുതിവെച്ച കാവ്യനീതി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തെ KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ വിശേഷിപ്പിക്കുന്നത്. നീതിമാനായ ഉമ്മൻചാണ്ടിയെ 2016 അധികാരമേറ്റ അന്നു മുതൽ മരിക്കുന്നതുവരെ സംസ്ഥാന പോലീസിനെയും CBI-യെയും ഉപയോഗിച്ച പിണറായി വിജയൻ വേട്ടയാടി. തുടർന്നാണ് അദ്ദേഹത്തിന് രോഗം പെട്ടെന്ന് വരികയും അകാല മരണം ഉണ്ടാവുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ നട്ടാൽ കുരുക്കാത്ത നുണകൾ പടച്ചുവിട്ടു. പ്രതിതുല്യനെന്ന് പറഞ്ഞ സ്ത്രീയെ ഉപയോഗിച്ച് അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണം വരെ ഉയർത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം DGP രാജേഷ് ദിവാൻ, ADGP-മാരായ അനിൽ ഗാന്ധ, ഷേഖ് ദർവേഷ് സാഹിബ് എന്നിവരുടെ നേതൃത്വത്തിൽ അരിച്ചുപെറുക്കി. എന്നിട്ടും കുടുക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് പരാതിക്കാരിയെ വിളിച്ചുവരുത്തി വെള്ളക്കടലാസിൽ പരാതി എഴുതി വാങ്ങി CBI അന്വേഷണത്തിന് വിട്ടത്. സോളാർ കമ്മീഷന് പലതവണ കാലാവധി നീട്ടിക്കൊടുത്ത ആ രീതിയിലും സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഇത്രയും വ്യാപകമായ വേട്ടയാടൽ നടത്തിയിട്ടും ഉമ്മൻചാണ്ടി അഗ്നിശുദ്ധി വരുത്തി അതിൽ നിന്ന് പുറത്തു വരികയും ജനഹൃദയങ്ങളിൽ അമരത്വം നേടുകയും ചെയ്തു. ഇതിനെല്ലാം കണക്ക് ചോദിച്ച കാലം കടന്നുവരുമെന്നും പിണറായിക്കുള്ള വടിവെട്ടാൻ പോയിരിക്കുന്നതേ ഉള്ളുവെന്നും ഹസൻ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. കരിമണൽ കമ്പനിയിൽ നിന്ന് വിതരണം ചെയ്ത 135 കോടിയുടെ മാസപ്പടിയിൽ 100 കോടിയോളം കൈപ്പറ്റിയത് PV എന്ന പിണറായി വിജയനാണെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ ഇന്റം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത്. അതിലേക്കുള്ള അന്വേഷണമാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. അതിനു പകരം താരതമ്യേന ചെറിയ തുക കൈപ്പറ്റിയ മകളിലേക്ക് ED അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് തന്നെ സംശയാസ്പദമാണ്. ഇത് ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗമാണെന്ന ആശങ്കയുണ്ടെന്നാണ് ഹസൻ പറയുന്നത്. ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കടത്ത് കേസ്, ഡോളർ കടത്ത് കേസ്, ലൈഫ് മിഷൻ കേസ്, കരുവന്നൂർ ED കേസ്, മാസപ്പടി കേസ് എന്നിങ്ങനെ 7 കേസുകൾക്കിടയിലും സുരക്ഷിതനായിരിക്കാൻ ഇന്ത്യയിൽ പിണറായിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു കേസ് ആത്മാർത്ഥമായി അന്വേഷിച്ചാൽ പിണറായി വിജയന് അകത്തുപോകുമെന്ന ഉറപ്പാണെന്നും കാലം അതിനെ കാത്തിരിക്കുകയാണെന്നാണ് ഹസൻ ചൂണ്ടിക്കാണിക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനെതിരെ KSIDC-യും എക്സാലോജിക് കമ്പനിയും കോടതിയെ സമീപിച്ച് പരാജയപ്പെട്ടതാണ്. കേരളത്തിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടെ സർക്കാർ നടത്തിയ നിയമപരമായ നീക്കങ്ങളും വിജയിച്ചില്ല. ആ നിലയ്ക്ക് EDയെ നിയമപരമായി നേരിടുന്നതിനേക്കാൾ രാഷ്ട്രീയമായി എതിർക്കാനും CPM-ന്റെ ശ്രമം നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തെ നടപടി എന്നത് ഉയർത്തി കാണിക്കുകയും ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് മുൻപാകെ CMRL കമ്പനി സമർപ്പിച്ച രേഖകൾ പ്രകാരം 135 കോടി രൂപ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും നിയമവിരുദ്ധമായി കൈമാറിയതിന്റെ തെളിവുകൾ ലഭിച്ചിരുന്നു. ഇതിൽ 1.72 കോടി രൂപ ലഭിച്ചത് എക്സാലോജിക് കമ്പനിക്കാണ്. ഇതാണ് അന്വേഷണങ്ങളുടെ തുടക്കം. അതുകൊണ്ട് തന്നെ മാസപ്പടി വാങ്ങിയ എല്ലാ നേതാക്കൾക്കെതിരെയും അന്വേഷണ സാധ്യത നിലനിൽക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയും മാസപ്പടിയിൽ പേരുള്ള നേതാവാണ്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരും ആരോപണ നിഴലിലാണ്. എന്നാൽ ഇവർക്കൊന്നും പണം കൈമാറിയതിന് തെളിവുകളില്ല. മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കുരുക്ക മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമാണ്. മാസപ്പടി ഡയറിയിൽ PV എന്ന് രേഖപ്പെടുത്തിയത് പിണറായി വിജയന്റെ ചുരുക്കെഴുത്താണെന്ന ആരോപണവും ശക്തമാണ്. മറുവശത്ത്
എന്തൊക്കെയായിരിക്കാം ഇനി സംഭവിക്കുക എന്ന് കണ്ടറിയാം. ED പട കേരളത്തിലെത്തുമ്പോൾ അത് നേരെ ചെല്ലുക ക്ലിഫ് ഹൗസിന്റെ ഗേറ്റിന് മുന്നിലായിരിക്കും എന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത്.